ഹായ് ഫ്രണ്ട്സ്, ഞാൻ അഞ്ചിമ. ഇത് എൻ്റെ ചാനലാണ് കേട്ടോ. ഇത് എൻ്റെ കൊച്ചു ഫാമിലി, എൻ്റെ ഹസ്ബൻഡും എൻ്റെ കൊച്ചും, അനിൽകുമാർ ആൻഡ് അന്നിക. ഞങ്ങളിപ്പോൾ ഉള്ളത് UAE കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് UAE ഒരു പീക്കോക്ക് പാർക്കിലേക്കാണ്. പീക്കോക്ക് പാർക്കിലേക്ക് മാത്രമല്ല, ഒറ്റ പോക്കിന് നമ്മളിന്ന് 3 സ്പോട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. നമ്മൾ ബസ്സിലാണ് പോണത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് കടയിൽ കയറിയിട്ട് പീക്കോക്കിന് കൊടുക്കാൻ കുറച്ച് കോണം ഞങ്ങൾക്ക് കുടിക്കാനുണ്ട്. ഫ്രൂട്ടിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒയാസിസ് മാൾ എന്ന് പറഞ്ഞ മാളിൻ്റെ തൊട്ട ബാക്കിലാണ് കേട്ടോ താമസം. അതുകൊണ്ട് തന്നെ ഒയാസിസ് മാളിൻ്റെ ഫ്രണ്ടത്തെ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് ഞങ്ങൾ ബസ് കയറുക. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും അവിടെ ഞങ്ങളുടെ ബസ് വന്നിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അതിൽ കയറിപ്പോയി. ഞങ്ങൾ 21A അൽ ഖുബൈബ ബസ്സിലാണ് കേട്ടോ ഞങ്ങൾ കയറിയത്. ഷെയ്ഖ് സാദ് റോഡ് കൂടിയാണ് പോയിരുന്നത്. ഇവിടുന്ന് ഒയാസിസ് മാളിൻ്റെ അവിടെ നിന്ന് ബസ് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടുന്ന് മാക്സിൽ മാത്രമാണ് നമുക്ക് സ്റ്റോപ്പുള്ളൂ. അവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത്. ഞങ്ങൾ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ ബസ്സിൻ്റെ ഇരുന്നിരുന്നേ. അതുകൊണ്ട് ഞങ്ങൾക്ക് ബുർജ് ഖലീഫ ഒന്നും കാണാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ബുർജ് ഖലീഫയൊക്കെ കാണാമായിരുന്നു. റൈറ്റ് സൈഡിലാണ് കേട്ടോ ബുർജ് ഖലീഫ. ഞങ്ങൾ മാക്സ് മെട്രോ സ്റ്റേഷൻ്റെ അവിടെ ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒറ്റ സ്റ്റോപ്പ് ഇപ്പുറത്തേക്ക് തന്നെ എമിറേറ്റ്സ് ടവേഴ്സിൻ്റെ അവിടേക്ക് മെട്രോ കയറി. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും മെട്രോ അവിടെ റെഡി ആയി നിൽക്കുകയായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഞങ്ങളതിലേക്ക് ഓടിക്കയറി. എമിറേറ്റ്സ് ടവേഴ്സിൻ്റെ അവിടെ ബസ് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സൈഡിലൊരു ഗ്ലാസ് കൂടെ നമുക്ക് മെട്രോ വരുന്നത് കറക്റ്റായിട്ട് കാണാമായിരുന്നേ. അപ്പോൾ ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പഞ്ച് ഔട്ട് ചെയ്ത് ഇറങ്ങി. എന്നിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അവിടെ നിന്ന് തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് നേരെ മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിലേക്കാണ് നമ്മൾ പോണത്. അവിടേക്ക് പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിൻ്റെ ഉള്ളിലെത്തി. മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിൻ്റെ താഴത്തെ ഫ്ലോർ മാത്രം നമുക്ക് ഫ്രീ എൻട്രി ആണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് മേലേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് വേണം. അവിടേക്ക് കയറാനുള്ള ക്യൂ ആണ് കേട്ടോ അവിടെ കണ്ടത്.
ഇവിടെ എന്തൊക്കെയോ കുറേ നല്ല ഭംഗിയുള്ള കുറേ സംഭവങ്ങൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. സംഭവത്തിൽ വിൽക്കാൻ വെച്ചതാണ്, പക്ഷേ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. 15,000 AED, 9,000 AED, അങ്ങനെ നല്ല വിലയുള്ള സാധനങ്ങളാണ്. അതുകൂടാതെ വേറെയും കുറേ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ള കുറേ ഐറ്റംസ് ഇവിടെ വേറെയും വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് റോബോട്ടിക് കോഫി ബാർ ആണ് കേട്ടോ. ഇത് ഫ്യൂച്ചർ ഓഫ് പെർഫ്യൂമറി. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, അയാൾ നമുക്ക് വേണ്ട സ്മെല്ലുള്ള പെർഫ്യൂംസ് ഉണ്ടാക്കി കൊടുക്കുകയാണെന്ന് തോന്നുന്നു. ഇത് നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള സ്ഥലമാണ് കേട്ടോ. ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിലേക്ക് കയറാനുള്ള ടിക്കറ്റ് എടുക്കാനുള്ള ഏരിയ. നമ്മൾ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ പുറത്ത് കടന്ന് അതിൻ്റെ ഈ സൈഡിൽ കൂടിയുള്ള വഴി കൂടെ ഇങ്ങനെ പോയാൽ നമ്മൾ നേരെ പീക്കോക്ക് പാർക്കിലേക്കാണ് കേട്ടോ എത്തുക. നമ്മളിപ്പോൾ നേരെ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ബാക്ക് സൈഡിലെത്തി. എന്നിട്ട് അവിടെ നിന്ന് നേരെയുള്ള സൈഡിൽ കൂടെയുള്ള വഴി കൂടെ പോയിട്ടുണ്ടെങ്കിൽ പീക്കോക്ക് പാർക്കിലെത്തും. ഇതാണ് കേട്ടോ പീക്കോക്ക് പാർക്കിലേക്കുള്ള വഴി. അപ്പം നമ്മൾ പീക്കോക്ക് പാർക്കിലെത്തി. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ പീക്കോക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന കോൺ അവറ്റങ്ങൾക്ക് കൊടുക്കുകയാണ്. നമ്മുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ കയ്യിൽ തന്നെ വന്ന് കൊത്തി കഴിക്കും കേട്ടോ. പക്ഷെ കൺമണിയുടെ അടുത്തേക്ക് വരുമ്പോൾ, അനികേനെ ഞങ്ങൾ കൺമണി എന്നിട്ടോ വിളിക്കുക. കൺമണിയുടെ അടുത്തേക്ക് വരുമ്പോൾ അവൾക്ക് അതിന് കൊടുക്കാനുള്ള ഒരു ത്വര കുറച്ച് കൂടും. അപ്പോൾ അത് പേടിച്ചിട്ട് ഓടിപ്പോവും. അനിലേട്ടനും കുറേ നേരമായിട്ട് മയിലിനെ അങ്ങനെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പക്ഷെ അനിലേട്ടൻ്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും അതിനെ കൺമണി പോയിട്ട് ഇളക്കി ഓടിപ്പിച്ച് കളയും. അങ്ങനെ അവസാനം എൻ്റെയും കൺമണിയുടെയും കയ്യുമ്പോൾ വന്നിട്ട് ഒരു മയിൽ കോണ് കൊത്തി കഴിച്ച് പോയിട്ടോ. അനിലേട്ടൻ അപ്പോഴും മയിലിനെ പിടിക്കാൻ വേണ്ടി പിന്നാലെ നടക്കുകയാണ്. അവസാനം അങ്ങനെ അനിലേട്ടൻ്റെ കയ്യിൽ പോയി മയിൽ കൊത്താൻ തുടങ്ങിയതും കൺമണി അവിടെ എത്തി അതിനെ ഓടിപ്പിച്ചു. ഒരു മയിൽ കുറേ നേരമായിട്ട് അനിലേട്ടനെ പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത് അടുത്തേക്ക് വരും, കൊത്തണ പോലെ കാണിക്കും, പക്ഷെ കൊത്താതെ തിരിഞ്ഞു പോവും. അങ്ങനെ അവസാനം ഒരു മയിൽ അനിലേട്ടൻ്റെ കയ്യിൽ നിന്ന് കോൺ കൊത്തി കഴിച്ചു ഗൈസ്. ഭാഗ്യമുള്ളവർക്ക് മയിലിൻ്റെ ഡാൻസൊക്കെ കാണാം. ഞങ്ങൾക്ക് കുറച്ച് ഭാഗ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തന്നു മയിൽ ഡാൻസ്. പക്ഷെ മയിലിന് കുറച്ച് പീലി കുറവായിരുന്നു. പിന്നൊരു മയിലിൻ്റെ ഡാൻസ് കൂടി കണ്ടു, പക്ഷെ അതൊരു പെൺമയിലായിരുന്നു. പെൺമയിലിന് ഇങ്ങനൊരു പരിപാടി ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് കേട്ടോ അറിയണേ. ഞാൻ ആൺമയിൽ പീലി ഉയർത്തി നിൽക്കുന്നത് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പെൺമയിലും അതേപോലെ പീലി ഉയർത്തൊന്നും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മയിലിനെ കൂടാതെ അവിടെ കുറേ മുയലുകളും പ്രാവുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
പീക്കോക്ക് പാർക്കിൻ്റെ അവിടെ നിന്ന് നേരെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു സ്ഥലം കാണാം കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ അവിടെ നല്ല ഭംഗിയുള്ള കുറേ സ്റ്റാച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാൻ. ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഏരിയയാണ് കേട്ടോ. അവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുകയായിരുന്നു.